ഹായ് ഓൾ, നമുക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസോടെ നോക്കാം. നമ്മൾ ഒരു പാർട്ട് കഴിഞ്ഞായിരുന്നു. ഇത് ടൈം ആൻഡ് വർക്കിന്റെ സെക്കൻഡ് പാർട്ടാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരു 10th ലെവല് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പട്ടാള ക്യാമ്പിൽ 2000 പേർക്ക് 30 ദിവസത്തെ ആഹാരമുണ്ട്. 10 ദിവസത്തിന് ശേഷം 500 പേർ കൂടി വരികയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആഹാരം തീരും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 10th ലെവൽ എക്സാമുകൾക്ക്, മാക്സിമം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഇത്ര ഇതിനേക്കാളും കുറച്ചുകൂടെ ടഫ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. എന്നാലും ഡിഗ്രി ലെവലിന് ചോദിക്കാം. ഓക്കെ, ഒരു പട്ടാള ക്യാമ്പിൽ 2000 പേർക്ക് 30 ദിവസത്തെ ആഹാരമുണ്ട്. 10 ദിവസത്തിന് ശേഷം 500 പേർ കൂടി വരികയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആഹാരം തീരുമെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മുടെ ഒരു പട്ടാള ക്യാമ്പ് ഉണ്ട്, അവിടെ 30 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 2000 പേർക്ക് 30 ദിവസത്തേക്ക് ഉണ്ട്. അപ്പൊ ഇതിൽ എന്താ പറ്റിയേ? 10 ദിവസം കഴിഞ്ഞപ്പോൾ 500 പേരോടെ കൂടുതൽ വന്നു. അപ്പൊ 10 ദിവസം കഴിഞ്ഞാൽ 2000 എന്നുള്ളത് എത്രയായി? 2500 പേരായി അല്ലെ? അപ്പൊ ആഹാരം എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 10 ദിവസം കഴിഞ്ഞു അല്ലെ? 10 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ എത്രയുണ്ട്? 2000 പേർക്ക് എത്ര ദിവസം ആഹാരം ഉണ്ട് നമ്മുടെ കയ്യില്? 20 ദിവസം ആഹാരമുണ്ട്. മനസ്സിലായോ? അപ്പൊ 2000 പേരുണ്ട്, 30 ദിവസം ആഹാരം ഉണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം ഉണ്ട്? 20 ദിവസം ഉള്ളു. അപ്പൊ ഇനി 20 ദിവസത്തേക്കുള്ള ആഹാരമാണ് നമ്മുടെ കയ്യിലുള്ളത്. എത്ര പേർക്ക്? 2000 പേർക്ക്. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ? ആ ടോട്ടൽ എത്ര ആൾക്കാരെന്നുള്ളത് താഴത്തെ എഴുതാം. 2000 പ്ലസ് 500 പേര് കൂടുതൽ വന്നല്ലേ? അതായത് 2000 പേർക്ക് 20 ദിവസം ആഹാരം നമുക്ക് ബാക്കിയുണ്ട്. അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തേക്കാം? ഇപ്പൊ നമ്മുടെ എത്ര ആൾക്കാരുണ്ട്? 10 ദിവസം കഴിഞ്ഞ് 2500 പേരില്ലേ? അപ്പൊ 2500 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കാം. എത്ര ഉള്ളൂ? സിമ്പിൾ ആണ്. ഷോർട്ട് കട്ട് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ 25 2000 × 20/2500 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 ആൻസർ കിട്ടും. 16 ദിവസം. അതായത് ഇനി 16 ദിവസം കൂടി അവർക്ക് ഈ ആഹാരം ഉപയോഗിക്കാം. ഇപ്പൊ 500 പേര് വന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് 20 ദിവസം ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ 500 പേരോടെ എക്സ്ട്രാ വന്നത് കാരണം 16 ദിവസത്തോടെ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ 2000 പേർക്ക് 30 ദിവസം ആഹാരം ഉണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞു. ബാക്കി എത്ര ദിവസം ഉണ്ട്? 20 ദിവസം. അതാണ് 20. 2000 × 20/2000 + 500. അതാണ് ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ നമുക്ക്. അതുപോലത്തെ ഇതേ പാറ്റേൺ. ഒരു ക്യാമ്പിൽ 300 പേർക്ക് 15 ദിവസത്തേക്കുള്ള ആഹാരമുണ്ട്. 7 ദിവസത്തിന് ശേഷം 100 പേർ വിട്ടുപോയി. നമ്മുടെ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? 100 പേര് 500 പേര് വരിക ചെയ്തത് അല്ലെ? ആദ്യത്തെ കേസിൽ ആൾക്കാർ വന്നു. ഇവിടെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ പോയി. അപ്പൊ നമുക്ക് ഇനി എത്ര ദിവസം കൊണ്ട് ആഹാരം തീരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ 300 പേർക്ക് ഇനി ബാക്കി എത്ര ദിവസത്തേക്കുള്ള ആഹാരം ഉണ്ടായിരുന്നു? 15 ദിവസത്തേന്ന് 7 ദിവസം പോയി അല്ലെ? 15 ദിവസത്തിന് 7 ദിവസം പോയി പിന്നെ 8 ദിവസം ആഹാരമുണ്ട്. അപ്പൊ 300 × 8 എന്ന് നിങ്ങൾ മേളിൽ എഴുതിയേക്കാം. അപ്പം 300 പേരുണ്ട്, 15 ദിവസം ആഹാരത്തിൽ 7 ദിവസം കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞ് ഇനി 8 ദിവസമേ ഉള്ളൂ. അപ്പൊ 300 പേർക്ക് 8 ദിവസത്തേക്കുള്ള ആഹാരം നമ്മുടെ കയ്യില് ബാലൻസ് ഉണ്ടായിരുന്നു. 300 പേർക്ക് 8 ദിവസത്തേക്കുള്ളത് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇനി എത്ര പേരെ ഇപ്പൊ പോയേ? 100 പേര് പോയില്ലേ? അപ്പൊ 300 - 100. അപ്പൊ എത്ര പേരുണ്ട്? ഇനി ബാക്കി 200 പേരല്ലേ ഉള്ളൂ. അപ്പൊ 200 വെച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ മതി. 200 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 8 3 ഈ 2ഉം ഈ 8ഉം വെട്ടിയിട്ട് 4 4 3 12. അപ്പൊ ഇനി 12 ദിവസത്തേക്കുള്ള ഭക്ഷണം ആ ക്യാമ്പിൽ ഉണ്ട്. കാരണം കുറച്ചുപേര് പോയല്ലോ. അപ്പൊ ശരിക്കും 10 ദിവസത്തേക്കുള്ള 8 ദിവസത്തേക്കുള്ള ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ചുപേര് പോയത് കാരണം 12 ദിവസം ആ ആൾക്കാർക്ക്, അതായത് ആ 200 പേർക്ക് ഉള്ള ഭക്ഷണം, അല്ല 300 പേർക്കുള്ള 300 പേരില്ല അപ്പൊ നമ്മുടെ അല്ലേ, 200 പേരേ ഉള്ളൂ. അവർക്കുള്ള ഭക്ഷണം അവിടെ ക്യാമ്പിൽ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം. 2 ദിവസത്തെ പണിക്ക് ശേഷം 3 പേർ കൂടി വന്നു. എന്നാൽ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് 3 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണം. ഓക്കെ, 2 ദിവസം പണിക്ക് ശേഷം പിന്നെ ഒരു 3 പേരോട് എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 3 പുരുഷന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ 3 പേരോടെ വന്നു. അപ്പൊ ടോട്ടൽ എത്ര പുരുഷന്മാരായി? 6 പേരായി അല്ലേ? 6 പേരായി. മൊത്തം 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 പേര് വെച്ചിട്ട് 6 ദിവസം പണി ചെയ്യണമായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ 6 ദിവസം ഉടയിലായിരുന്നു, കുറച്ച് പെട്ടെന്ന് പണി തീർക്കണമെന്ന് കണ്ടിട്ട് അവർ എന്ത് ചെയ്തു? ഒരു 2 പേരെ 3 പേരെ കൂടി എക്സ്ട്രാ ഉണ്ടല്ലേ? 2 ദിവസം കഴിയുമ്പോഴാണ് 3 പേരെ എക്സ്ട്രാ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പണ്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. M1 D1 = M2 D2 അല്ലെ? ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇത് ഓക്കെ, എത്ര ദിവസം? M1 എന്ന് പറഞ്ഞാല് 3 പേരാണ്, 3 പുരുഷന്മാര്.
D1 എന്ന് പറഞ്ഞാൽ 6 ദിവസം. അപ്പൊ നമുക്ക് ഇവിടെ 3 × 6 എന്ന് എഴുതാം. ഓക്കെ, 3 × 6 എന്ന് എഴുതാം. അപ്പൊ അത്ര ഓക്കെ ആണല്ലോ. നമ്മൾക്ക് M1 കിട്ടി 3 × ഓക്കെ. അപ്പൊ M1 D1 is equal to M2 D2. അപ്പൊ M1 എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്, 3 ആൾക്കാരാണ് 6 ദിവസം പണിയെടുക്കുകയാണ്. അത് എന്തിനോട് ഈക്വൽ നമുക്ക് എഴുതാം? ഇവിടെ M2 D2 എഴുതാനായിട്ട് നമുക്ക് എത്ര ദിവസമാണ് ആദ്യം ഉണ്ടായിരുന്നത്? 2 ദിവസം ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ 2 ദിവസം. അപ്പൊ 2 ദിവസം എത്ര പേര് പണിതു? 3 പേര് പണിതു. അപ്പൊ 2 ദിവസം 3 പേര് പണിതു. അപ്പൊ 3 × 2 എന്ന് ഇവിടെ എഴുതാലോ. പ്ലസ് കഴിഞ്ഞ ജോലി ഇല്ല, കഴിഞ്ഞില്ല. പിന്നെ നമുക്ക് എത്ര പേരായി? 6 പേര് വന്നു അല്ലേ? 6 പേര് വന്നു. 6 പേരെന്ന് പറഞ്ഞാൽ 3 പേര് വന്നു. അപ്പൊ 3 3 6 പേരായി. പക്ഷെ അവർ എത്ര ദിവസം പണിയെടുത്ത് നമുക്ക് അറിയില്ല. അപ്പൊ അറിയാൻ പാടാത്തത് ഞാൻ X ഒന്ന് ഇട്ടുപോയി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, M1 D1 = M2 D2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 3 പുരുഷന്മാര് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം വേണമായിരുന്നു. പക്ഷെ ഒരു 2 ദിവസം ജോലി കഴിഞ്ഞപ്പോഴേക്ക് 3 പേരെ കൂടി എക്സ്ട്രാ കൊണ്ടുവന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ നമ്മുടെ M1 D1 = M2 D2 എന്ന് എഴുതി. അപ്പൊ M1 D1 3 × 6 ആണല്ലോ M1 D1. ഇവിടെ ഒരു 6 ദിവസം 2 ദിവസം പണി എടുത്തിട്ടുണ്ട് 3 പേര് വെച്ച്. അപ്പൊ 3 × 2 പ്ലസ് ഇനി എന്താണ് 6 പേരായി X ദിവസം പണിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ X കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ 6 3 18 എന്ന് വരും. 3 2 6 പ്ലസ് 6x. ഇനി X കണ്ടുപിടിക്കാൻ നമുക്ക് 6x = 18 - 6. 6x = 12. x = 12/6. എത്ര കിട്ടി? 2 എന്ന് കിട്ടി. കണ്ട, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ 2 ദിവസം കൊണ്ട് ആ പണി തീർന്നു കിട്ടി. അപ്പൊ ബാക്കി ജോലി 2 ദിവസം കൊണ്ട് തീർന്നു. ഓക്കെ. ഇപ്പൊ മറ്റേ 3 പേരായിരുന്നെങ്കിൽ 6 ദിവസം എടുത്ത തന്നെ. അതായത് ഇനി 4 ദിവസം കൊണ്ട് അവിടെ ചെയ്യേണ്ട പണി ഇവര് 2 ദിവസം കൊണ്ട് തീർത്തു. ഓക്കെ, അത് ഒരു ക്വസ്റ്റ്യനോട് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആവും. 4 പുരുഷന്മാർക്ക് ഒരു ജോലി ചെയ്യാൻ 9 ദിവസം വേണം. 4 ദിവസത്തെ പണിക്ക് ശേഷം ഒരാൾ കൂടി എക്സ്ട്രാ വന്നു. എന്നാൽ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? സിമ്പിൾ. 4 പേര് 9 ദിവസം ജോലി ചെയ്യണമായിരുന്നു. പക്ഷെ 4 ദിവസത്തെ പണിക്ക് ശേഷം ഇവരെന്ത് ചെയ്തു? ഒരാളെ കൂടി കൂട്ടി. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഇക്വേഷൻ ഉള്ള? M1 D1 = M2 D2. ഓക്കെ, അപ്പൊ 4 ലെഫ്റ്റ് സൈഡ് എന്തോ ഒരു 4 പുരുഷന്മാര് 9 ദിവസം. അപ്പൊ 4 × 9 അതാണ്. ഇത് M1, ഇത് D1. ഇനി M2 എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിയേ, 4 ദിവസം അവർ പണിയെടുത്തല്ലേ? എത്ര പേരാ? 4 പേര്. അപ്പൊ 4 × 4 അല്ലെ? 4 ദിവസം 4 പേര് ജോലി ചെയ്തു. പ്ലസ് ഇനി ബാക്കി എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളത് ഞാൻ X എന്നിട്ടു. ഒരാളുകളെ വന്നു. അപ്പൊ എത്ര ആൾക്കാരായി? 4 + 1 5 ആയില്ലേ? 5x. മനസ്സിലായോ? അപ്പൊ 4 പേരുണ്ടായിരുന്നു. 4 + 1 5 ആയി. അപ്പൊ 5 × x നമുക്കറിയില്ല, അറിയാൻ പാടില്ലല്ലോ. അറിയാൻ പാടില്ലെന്നൊക്കെ നമ്മൾ X എന്നല്ലേ പറയുന്നത്. അപ്പൊ X എന്ന് പറയുന്ന ഇട്ടു. ആ D എന്ന് പറയുന്ന X. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 9 4 36 = 4 4 16 + 5x. ഇപ്പൊ 5x = 36 - 16. 5x = 36 ന്ന് 16 പോയാല് 20 അല്ലേ? 20. x = 20/5. എത്ര? 20/5 4 അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ 4 ദിവസം കൊണ്ട് ആ പണി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു പാറ്റേൺ കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തേക്കാം. ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. എക്ക് ബിയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 അല്ലേ? സാധിക്കും. 2 പേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 2 പേരുടെ കൂടി എത്ര ദിവസം കൊണ്ട് തീർത്തേ? 7 ദിവസം. എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. അപ്പൊ എനെ നമുക്ക് 2 എന്നെടുത്താല് ബി എന്ന് പറഞ്ഞാൽ 1 എന്നല്ലേ വരുള്ളൂ. അപ്പൊ എയുടെ എഫിഷ്യൻസി എത്രയാണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം എളുപ്പത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? എത്രമാത്രം എളുപ്പത്തിൽ ജോലി ചെയ്യും ബിനേക്കാളും? 2 times 2 മടങ്ങ് എഫിഷ്യന്റ് ആണ് ബിനേക്കാളും എ. ഓക്കെ, അപ്പൊ 2 പേരോടും കൂടിയിട്ട് എത്ര വരും? A + B എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് എഴുതാം? 2 + 1 3 അല്ലെ? അപ്പൊ A + B 2 പേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് 3 ആണ്. അതായത് 3 വർക്ക് പെർ ഡേ ആണ് അല്ലെ? ഒരു ദിവസം 3 ജോലി ചെയ്യണ്ട എ ബിയോടെ ചേർത്തിട്ട്. മനസ്സിലായല്ലോ? എ ബിയോടെ ചേർന്നിട്ട് ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. അതിൽ എ എത്ര ജോലി ചെയ്യും? 2 ജോലി ചെയ്യും. ബി 1 ജോലി ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ്. അതാണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എ 2 ജോലി ചെയ്യും, ബി 1 ജോലി ചെയ്യും. എ ബിയോടെ ചേർന്നിട്ട് 3 ജോലി ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? ബി ജോലി തീർക്കാൻ എടുക്കുന്ന സമയമല്ലേ? അപ്പൊ ബിന്റെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എത്രയും ചെയ്താൽ മതി. എത്ര ദിവസം? 7 ദിവസം അല്ലേ 2 പേരും കൂടെ ചെയ്യുന്നത്? 7 ദിവസമാണ് 2 പേരും കൂടെ ചെയ്യുന്നത്. അപ്പൊ
ഇൻറ്റു രണ്ടുപേരുടെ എഫിഷ്യൻസി എത്രയാ 3. അപ്പൊ 7 3 21 ബൈ ഈ ബിന്റെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര ദിവസം എടുക്കും ബി മാത്രം ചെയ്യാൻ? 21 ദിവസം എടുക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ചോദിച്ചാൽ എയും ബിയുടെ ഇരട്ടി ജോലി സാധിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോട്ടൽ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എത്ര കിട്ടി? 3 വർക്ക് പെർ ഡേ. ഓക്കെ, ഇതിൽ 7 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ രണ്ടുപേരുടെ കൂടിയാണ് 7 ദിവസം കൊണ്ട് തീർത്തത്. അപ്പൊ 7 × 3 ബൈ 1. ഇത് നിങ്ങളോട് ഇതിപ്പോ ബിന്റെ ആണ്, ബിന്റെ ടൈമാണ്. ഇത് നിങ്ങളോട് എയുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഡിവൈഡ് ബൈ 1 പകരം ഡിവൈഡ് ബൈ 2 ഇട്ടാൽ മതി. അടുത്ത ദിവസം അതുപോലെ കാണിച്ചു തരാം. എക്ക് ബിയുടെ 3 ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. രണ്ടുപേര് കൂടി ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? അപ്പൊ നമ്മുടെ എ 3 ഇരട്ടിയാണ് അല്ലെ? എ 3 ഇരട്ടി, ബി 1 അല്ലെ? എ 3 ജോലി ചെയ്യും, ബി എത്ര ജോലി ചെയ്യും? 1 ജോലി ചെയ്യും. അപ്പൊ എ പ്ലസ് ബി മൊത്തം എത്ര ജോലി ചെയ്യും? 3 + 1 4 വർക്ക് പെർ ഡേ അല്ലെ? രണ്ടുപേരും കൂടി ഒരു ദിവസം 4 വർക്ക് ചെയ്യുമെന്ന് നമ്മളത് പറയാണ്. അതാണ് അതിന്റെ എഫിഷ്യൻസി എ പ്ലസ് ബി. കാരണം നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ചെയ്യുന്ന കാര്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതാണ് ഞാൻ എ പ്ലസ് ബി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എയുടെ എല്ലാം കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞേ? രണ്ടുപേരും കൂടി ചെയ്യുന്ന ടൈം ഇൻറ്റു അവർ രണ്ടുപേരും കൂടെ ഉള്ള വർക്ക് എത്രയാണ്? രണ്ടുപേരും കൂടി ഉള്ള വർക്ക് 4 അല്ലേ? 9 × 4 ബൈ 3. ഈ 3ഉം 9 വെട്ടി 3 വന്നു. 4 × 3 12. അപ്പൊ 12 ഡേ വേണം ആർക്ക് ചെയ്ത് തീർക്കാൻ? എക്ക് മാത്രമായിട്ട്. അത് ചെയ്തു തീർക്കാൻ 12 ദിവസം വേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ കിട്ടിയാൽ ഇങ്ങനെ തന്നെ ചെയ്തേക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തു നോക്കിക്കോളാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 25 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. ഓക്കെ, എ ഒരു ജോലി 25 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തു. ഇതിന് ശേഷം എ പിരിഞ്ഞു പോയി എങ്കിൽ ബിക്ക് മാത്രമായി ബാക്കി ജോലി ചെയ്യാൻ എത്ര സമയം വരും? ഇതൊക്കെ സാധാരണ എക്സാമ്പിൾ കാണുന്നതാണ്. അപ്പൊ എ 25 ദിവസം കൊണ്ട് ജോലി ചെയ്യും. ബി, അതായത് എയുടെ വർക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 25 അല്ലെ? 1/25. 25 ദിവസം കൊണ്ട് ജോലി ചെയ്യും. അതായത് ഒരു ദിവസത്തിന് പുള്ളി എത്ര ജോലി ചെയ്യും? 1/25 അല്ലെ? 25 ദിവസം കൊണ്ടാണ് മൊത്തം ജോലി തീർക്കുന്നത്. അപ്പൊ എ ഒരു വർക്ക് ഫുള്ള് തീർക്കാൻ 25 ദിവസം എടുക്കും. ബി ഒരു വർക്ക് തീർക്കാൻ 30 ദിവസം എടുക്കും. അപ്പൊ എ ഒരു ദിവസം ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ 1/25 ആയിരിക്കും. അപ്പൊ അവര് എയുടെ വർക്ക് എന്ന് പറഞ്ഞാല് 1/25 അല്ലെ? ഒരു ദിവസം 1 ഡേയുടെ വർക്കാണ് 1 ഡേ. ഇപ്പൊ ബിന്റെയോ 1/30. മനസ്സിലായോ? അപ്പൊ എ ഒരു ജോലി ഫുള്ള് തീർക്കാൻ 25 ദിവസം, അതായത് ഒരു ദിവസം 1/25 വർക്ക് ചെയ്യും. ബി ഒരു ജോലി തീർക്കാൻ 30 ദിവസം, അപ്പൊ 1/30 വർക്കാണ് ബി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 5 ദിവസത്തെ വർക്ക്, ഇപ്പൊ 5 ഡേയ്സ് വർക്ക് എന്ന് പറയുമ്പോ എത്ര വരും? എയുടെയും ബിയുടെയും എ ബി ഒരുമിച്ച് 5 ദിവസം ചെയ്യാണ്. എ ബി ഒരുമിച്ച് 5 ദിവസം വർക്ക് ചെയ്തെങ്കിൽ എന്ത് വരും? 5/25 പ്ലസ് 5/30 എന്ന് എഴുതാൻ പാടില്ലേ? എ ഒരുമിച്ച് 5 ദിവസം വർക്ക് ചെയ്ത് എ ബിയും ഒരുമിച്ച് 5 ദിവസം വെച്ച് വർക്ക് ചെയ്യാണ്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എത്രയാ? 1/25. എയുടെ ബിയുടെ ഒരു ദിവസം വർക്ക് എത്രയാ? 1/30. അപ്പൊ 5 ദിവസത്തെ വർക്ക് എന്ത് വരും? 5/25 5/30. രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്? 5/25 പ്ലസ് 5/30. അപ്പൊ എന്ന് പറയുമ്പോൾ എത്ര വരും? 5/25 1/5 1/6 അല്ലെ? 1/5 പ്ലസ് 1/6. ഇത് LCM എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? 6 പ്ലസ് 5/30 എന്ന് പറയും അല്ലെ? അപ്പൊ 11/30 ആണ്. അപ്പൊ 11/30 ആണ് എയും ബിയും ചെയ്ത് തീർത്ത വർക്ക്. ഓക്കെ, 5 ദിവസം കൊണ്ട് ഇവർ ഇത്രയും വർക്ക് തീർത്ത് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ എ ഒരു വർക്ക് ഫുള്ള് തീർക്കാൻ 1/25 ഒരു 25 ദിവസവും ബി ഒരു വർക്ക് തീർക്കാൻ 30 ദിവസം എടുക്കുന്നു. അപ്പൊ അവർ ഒരു ദിവസം ചെയ്ത വർക്ക് 1/25 ആണ്. ബി ഒരു ദിവസം ചെയ്ത വർക്ക് 1/30 ആണ്. അങ്ങനെ 5 ദിവസം വരുമ്പോൾ 5/25 പ്ലസ് 5/30. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11/30 എന്ന് കിട്ടും. അതായത് 5 ദിവസം കണ്ട് അവർ 11/30 വർക്ക് തീർത്തു. ടോട്ടൽ വർക്ക് 1 അല്ലേ? അപ്പൊ ബാലൻസ് വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ബാലൻസ്. ഓക്കെ, ബാലൻസ് വർക്ക്. അപ്പൊ ബാലൻസ് വർക്ക് എന്ന് പറഞ്ഞാല് എന്തോരം ഉണ്ട്? 1 - 11/30 അല്ലെ? 1 - 11/30 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 30 - 11/30 എന്ന് പറഞ്ഞാല് 30 - 11 ചെയ്യുമ്പോൾ 19. 19/30. അപ്പൊ 19/30 വർക്കാണ് ഇനി ബാക്കിയുള്ളത്. മനസ്സിലായോ? അപ്പൊ അതായത് 19/30 വർക്കാണ് ബാക്കിയുള്ളത്. എത്ര ചെയ്ത് തീർത്തു? 11/30 ചെയ്ത് തീർത്തു. അപ്പൊ ഇനി ബി എത്ര ദിവസം, എത്രയാണ് ബിന്റെ എഫിഷ്യൻസി? 30 അല്ലെ? 30 ദിവസം കൊണ്ടല്ലേ ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നത്. എഫിഷ്യൻസി 30 അല്ല, 1/30 ആണ്. അപ്പൊ 30 ദിവസം വേണം ഒരു വർക്ക് തീർക്കാൻ. അപ്പൊ ബി മൊത്തം വർക്ക് തീർക്കാൻ ഇനി ബാലൻസ് വർക്ക് എത്ര ഉണ്ട് നമ്മുടെ കയ്യില്? 19/30. നിങ്ങൾ ആ 19/30 ഇൻറ്റു
30. അതായത് ബിയുടെ വർക്ക് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് 30 വെട്ടിപ്പോയി 19 ഡേയ്സ്. അപ്പൊ ഇനി ബാക്കി വർക്ക് തീരാൻ എത്രയുണ്ട്? 19 ദിവസം മതി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു. അതായത് 5 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് കണ്ടുപിടിച്ചിട്ട് അത് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 1 - 11/30 ഇടുക. 1 - 11/30 ഇടുമ്പോൾ നമുക്ക് ബാലൻസ് വർക്ക് എന്തോരം ചെയ്യാണ്ടത് കിട്ടും? 19/30 എന്നാണ്. അത് ആണ് ഇനി തീരാനുള്ളത്. 30 ദിവസം വേണം ബിക്ക് ജോലി തീർക്കാൻ. അപ്പൊ 19/30 ചെയ്താൽ നിങ്ങൾക്ക് 19 ഡേ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആവും. എ ഒരു ജോലി 15 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 4 ദിവസം ജോലി ചെയ്തു. ഇതിനുശേഷം ബി പിരിഞ്ഞു പോയെങ്കിൽ എ ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? സിമ്പിൾ ആണ്. അപ്പൊ എന്റെ എങ്ങനെ എഴുതാം? നമുക്ക് 1/15. ബിന്റെയോ 1/20 അല്ലെ? എ 15 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി 1/15. ബി 20 ദിവസം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ 1/20. അപ്പൊ 4 ദിവസം അല്ലെ? 4 ഡേയ്സ്. 4 ഡേയ്സ് ഇവർ ഇത് ഒരുമിച്ചാണ്. 4 ഡേയ്സ് ടുഗദർ അല്ലെ? രണ്ടുപേരും ചെയ്യുമ്പോൾ എത്ര വരും? 4/15 അല്ലെ? പ്ലസ് 4/20. 4/15/4/20 എന്ന് പറയും. 4/15. അപ്പൊ ഇതിന്റെ എൽസിയം എത്രയാ? 60 വരും താഴത്ത് അല്ലെ? ഇപ്പൊ 12. നമുക്ക് നോക്കാം. എൽസിയം എത്ര വരും? 20ന്റെ 15ന്റെ എൽസിയം 60 ആണ്. അപ്പൊ 60 താഴത്തിടാം. അപ്പൊ 15ന് 60 ആക്കാൻ വേണ്ടി എത്ര ചൂണ്ടിക്കണം? 15 2 15 4 ആണ് 60 അല്ലെ? 15 4 ആണ് 60. അപ്പൊ 4 × 4 നമ്മുടെ വരും. ഓക്കെ, പ്ലസ് ഇത് 5 4 ആണ്, സോറി 20 3 ആണ് 60. അപ്പൊ 4 × 3 അപ്പൊ എത്ര വരും? 16 + 12/60. ഇത്രയും വർക്കാണ് അവർ തീർത്തത് അല്ലെ? അപ്പൊ 16 + 12 എന്ന് പറയുമ്പോൾ 28/60 വർക്ക് അവര് തീർത്തിട്ടുണ്ട്. 28/60 എന്ന് പറഞ്ഞാൽ ചെറുതാക്കി കഴിഞ്ഞാൽ 7/15. അപ്പൊ 7/15 വർക്ക് അവർ ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, ഇത്രയും വർക്ക് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 4 ദിവസം കൊണ്ട് 7/15 വർക്ക് 7/15. ഓക്കെ, 7/15 വർക്ക് അവര് ചെയ്തു തീർത്തു. ഇനി ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് എന്ന് പറഞ്ഞാല് 1 - 7/15. അപ്പൊ എത്ര കിട്ടും? 15 - 7/15. 15 - 7 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 8/15. അതായത് ഇനി ബാക്കിയുള്ളത് 8/15 വർക്കാണ്. ഓക്കെ, 8/15 വർക്ക് ബാക്കിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. എ 15 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. ബി അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. രണ്ടുപേരും ഒരുമിച്ച് 4 ദിവസം ചെയ്തെന്ന് പറഞ്ഞാല് 1/15 ആണ് എയുടെ എഫിഷ്യൻസി, 1/20 ആണ് ബിയുടെ എഫിഷ്യൻസി. 4 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ചെയ്ത വർക്കാണ് 1/15. അപ്പൊ 4 ദിവസം എന്ന് പറയുമ്പോൾ 4/15. ബിന്റെ 4 ദിവസം എന്ന് പറഞ്ഞാല് 4/20. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടാം. അപ്പൊ നിങ്ങൾക്ക് 4 ദിവസം കൊണ്ട് ഇവർ ചെയ്ത് തീർത്ത വർക്ക് കിട്ടും. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്കിനെ നമ്മൾ 1 എന്നാണ് പറയുന്നത്. അപ്പൊ 1 - ആ കിട്ടിയ സാധനം ചെയ്യാം. അപ്പൊ നമുക്ക് ബാലൻസ് വർക്ക് കിട്ടി. ഇനി ആരാ ചെയ്യേണ്ടത്? എ ഒറ്റയ്ക്കല്ലേ ചെയ്യണ്ടേ? എന്റെ എഫിഷ്യൻസി എത്രയാ? അല്ലെ, എ എത്ര ദിവസം വേണം ഒരു വർക്ക് തീർക്കാൻ? 15 ദിവസം. ഒരു വർക്ക് തീർക്കാൻ 15 ദിവസം അല്ലെ? ഒരു വർക്ക് തീർക്കാൻ 15 ദിവസം. അപ്പൊ 8/15 വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണം? അതായത് ഒരു വേനയ്ക്ക് 5 രൂപ. അപ്പൊ 10 വേനയ്ക്ക് എത്ര വരും? 10 × 5 അല്ലേ? ഒരു വേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 10 വേനയ്ക്ക് 5 × 10. അതുപോലെ ഒരു വർക്കിന് 15 ഡേ ആണ്. അപ്പൊ 8/15 വർക്കിന് എത്ര വരും? 8/15 × 15 അല്ലേ? അപ്പൊ നമുക്ക് എത്ര ദിവസം കിട്ടി? 8 ദിവസം. അപ്പൊ ആൻസർ 8. ഓക്കെ, ഇങ്ങനെ ചെയ്തോളാം നിങ്ങൾ. ഇതാണ് ഒരു പാറ്റേൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, മോഹൻ ഒരു ജോലി 10 ദിവസം കൊണ്ടും രമേശ് ഇതേ ജോലി 15 ദിവസം കൊണ്ടും സുമേഷ് ഇതേ ജോലി 30 ദിവസങ്ങൾ കൊണ്ടും ചെയ്തു തീർത്താണ്. ഇവർ ഒരുമിച്ച് ചെയ്താൽ, ഇത് ചുമ്മാ ഇക്വേഷനായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 3 പേരുണ്ട്. ഒരാൾ X ദിവസം കണ്ടും അടുത്ത ആള് Y ദിവസം കണ്ടും മൂന്നാമത്തെ ആൾ Z ദിവസം കണ്ടും ജോലി തീർക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 3 പേര് ഒരുമിച്ച് ചെയ്താൽ XY Z by XY plus YZ plus XZ. ഓക്കെ, ഇങ്ങനെ ഇതായിരിക്കും നമ്മുടെ ദിവസം ആൻസർ. 3 പേരുടെ ഒരുമിച്ച് ചെയ്താൽ ഇത്രയും ചെയ്താൽ മതി. അതായത് ഒരാൾ X ദിവസം എടുക്കുന്ന, രണ്ടാമത്തെ ആൾ Y ദിവസം എടുക്കുന്ന, മൂന്നാമത്തെ ആൾ Z ദിവസം എടുക്കുകയാണെങ്കിൽ 3 പേരോടും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ XYZ by XY plus YZ plus XZ ദിവസം എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 10 × 15 × 30 അല്ലെ? ഇനി അടുത്തത് 10 × 15 plus 10 × 30 plus 15 × 30 ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇത് മൊത്തം ചെയ്താൽ 10 × 15 × 20 എന്ന് പറഞ്ഞാൽ 10 × 15 ×
20. ഓക്കെ, ബൈ ഇത് ഫുള്ള് ചെയ്യാം. ഓക്കെ, 10 ഇൻറ്റു 15 ഇൻറ്റു 20. താഴെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ 900 എന്ന് കിട്ടും. നിങ്ങൾ ടോട്ടൽ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 എന്ന് കിട്ടും. ഒരു 0 ഇവിടെ പോയി, ഒരു 0 ഇവിടെ പോയി, അല്ലേ? ഇങ്ങനെ തന്നെ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്തു. ഇനി ചെയ്തിട്ട് കിട്ടും 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 5 ദിവസമാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. എക്സ് ഒരാള് ജോലി ചെയ്യാൻ എക്സ്, അടുത്ത ആള് വൈ, അടുത്ത ആൾ ഇസഡ്. ഇങ്ങനെ വന്നാല് 3 പേരും കൂടി ചെയ്ത് തീർക്കുന്ന എക്സ് വൈ സെഡ് ബൈ എക്സ് ഇസഡ്, അല്ല എക്സ് വൈ വൈ അല്ല എക്സ് വൈ സെഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ഈ ഇക്വേഷനിലേക്ക് നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 പുരുഷന്മാരോ 4 സ്ത്രീകളോ ചേർന്ന് ഒരു വയൽ കൊയ്യാൻ 43 ദിവസം എടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ 7 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന് ഈ വയൽ കൊയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 3 പുരുഷന്മാർ ഈസ് ഈക്വൽ ടു 4 സ്ത്രീ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. 3 പുരുഷന്മാർ ഈസ് ഈക്വൽ ടു 4 സ്ത്രീ. അപ്പൊ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4/3 സ്ത്രീ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ 3 പുരുഷന്മാർ ഈസിക്കൽ 4 സ്ത്രീ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷൻ ഈസിക്കൽ 4/3, 3 പുരുഷൻ ഈസിക്കൽ 4 സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷൻ ഈസിക്കൽ 4/3 സ്ത്രീ ആയിരിക്കണം. ഓക്കെ, ഇനി 4/3 സ്ത്രീ ആണ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് 7 പുരുഷന്മാരും 5 സ്ത്രീകളും എന്നാണ്, അല്ലെ? അപ്പൊ 7 പുരുഷൻ എത്ര വരും? 7 പുരുഷൻ ഈസിക്കൽ 7 ഇൻറ്റു 4/3, അല്ലെ? അത്രയും സ്ത്രീകളാണ്. അപ്പൊ 7 ഇൻറ്റു 4/3 എന്ന് പറയുമ്പോൾ 7 4 28/3 സ്ത്രീകൾ. അതായത് 7 പുരുഷൻ എന്ന് പറഞ്ഞാല് 28/3 സ്ത്രീ. അപ്പൊ 7 പുരുഷൻ പ്ലസ് 5 സ്ത്രീ, അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. 7 പുരുഷൻ പ്ലസ് 5 സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 28/3 സ്ത്രീയാണ് പ്ലസ് എത്ര സ്ത്രീ? ഒന്നുകൂടെ പറയാം, പ്ലസ് 5 സ്ത്രീ. അതായത് 3 പുരുഷൻ എന്ന് പറഞ്ഞാൽ 4 സ്ത്രീക്ക് തുല്യമാണെന്നാ പറയുന്നത്. അപ്പൊ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ 4/3 സ്ത്രീയാണ്. അപ്പൊ അതിൽ നിന്ന് 7 പുരുഷനും 5 സ്ത്രീയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 7 പുരുഷൻ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ 4/3 ആണെങ്കിൽ 7 പുരുഷൻ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 4/3 സ്ത്രീയാണ്. അപ്പൊ 28/3 സ്ത്രീ കിട്ടി. അപ്പൊ 7 പുരുഷൻ പ്ലസ് 5 സ്ത്രീ എന്ന് പറഞ്ഞാൽ 28/3 സ്ത്രീ പ്ലസ് 5 സ്ത്രീ. ഇത് രണ്ടോടെ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 28/3 പ്ലസ് 15/3 അല്ലേ? നമ്മൾ LCM എടുത്തു, 3 വെച്ച് മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര വന്നു? 28 15 43. 43/3 സ്ത്രീകൾ കിട്ടി. അപ്പൊ നമുക്ക് എത്ര സ്ത്രീകൾ കിട്ടി? 43/3 സ്ത്രീകൾ. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതാലോ. M1 D1 is equal to M2 D2. ഓക്കെ, M1 D1 is equal to M2 D2. അപ്പൊ നമുക്ക് അവിടെ 4 പുരുഷന്മാര് 4 സ്ത്രീകൾ ചേർന്നിട്ട് എത്ര ദിവസം എന്നാ പറഞ്ഞേ? 43 ദിവസം, അല്ലെ? 4 സ്ത്രീകൾ ചേർന്നിട്ട് 43 ദിവസം. അപ്പൊ ഇതിനെ നിങ്ങൾ M1 എന്ന് കൊടുക്കുക, ഇതിനെ M2 എന്ന് കൊടുക്കുക. സോറി, M2 അല്ല, M1 D1 എന്ന് കൊടുക്കുക. അപ്പൊ M1 എത്രയാണ്? 4 ഇൻറ്റു 43 ഈസ് ഈക്വൽ ടു M2 എത്ര ഇവിടെ കിട്ടിയിരിക്കുന്നത്? 43/3. അതാണ് M2. 43/3 ആണ് നിങ്ങളുടെ M2 ഇൻറ്റു D2. D2 ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ദിവസം എടുക്കുന്നല്ലേ വെച്ചിരിക്കുന്നത്? D2. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ 43 പറ്റി. ഈ 3 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ D2 is equal to 4 into 3 12 എന്ന് കിട്ടി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ 3 പുരുഷൻ എന്ന് പറഞ്ഞാൽ 4 സ്ത്രീയാണ്. അപ്പൊ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ 4/3 4/3 സ്ത്രീയാണ്. 7 പുരുഷൻ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 4 28/3. അപ്പൊ 7 പുരുഷൻ 5 സ്ത്രീ എന്ന് പറയുമ്പോൾ 28/3 പ്ലസ് 5 നിങ്ങൾക്ക് 43/3 സ്ത്രീകൾ കിട്ടി. അപ്പൊ ഇത് M2 ആയിട്ട് എടുക്കാം. നമുക്ക് ഇക്വേഷൻ M1 D1 is equal to M2 D2 എന്നുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ 4 സ്ത്രീകൾ ചേർന്നിട്ട് 43 ദിവസം എടുത്തു. അപ്പൊ M1 D1 ഉണ്ട് നമ്മുടെ. അപ്പൊ M2 എന്ന് പറയുന്ന 43/3 ആണ്. D2 നമുക്ക് ഇല്ല. അപ്പൊ M1 into D1 is equal to M2 D2. അപ്പൊ M1 into 43, അത് 4 into 43 is equal to 43/3 into D2. അപ്പൊ നമുക്ക് D2 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കമലിന് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം.
വരുണിന് കമലിനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ വരുൺ ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും? സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കും. കമലിന് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം വേണം. വരുണിന് കമലിനേക്കാൾ 50% കാര്യക്ഷമത കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ വരുൺ ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്. നിങ്ങളൊരു ഇക്വേഷൻ ഓർക്കുക. 100x by 100 plus y. ഇങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. 100x ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 100x by 100 plus y. ഈ കിടക്കുന്ന സാധനമാണ് x. ഈ കാര്യക്ഷമതയൊക്കെ പറയുന്ന സാധനമാണ് y. കാര്യക്ഷമതയാണ് താഴെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 into 15 by 100 plus 50. ഇത്രയുള്ള പരിപാടി. 100 into 15 by 1500 ഒരു മേലെ 150. 0 വെട്ടി. ഇപ്പൊ എത്ര കിട്ടി? 10. 10. ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പൊ 100x by 100 plus y എന്ന് നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. 100x by 100 plus y. 100x by 100 plus y. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം. ഇതുപോലത്തെ സിമി ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുക്കും. ഹിമയ്ക്ക് സിമിയേക്കാൾ 25% കാര്യക്ഷമത കൂടുതലുണ്ട്. എങ്ങനെയാണ് ഹിമ ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? 100x by 100 plus y എന്നല്ലേ? ഈ കാര്യക്ഷമതയ്ക്ക് y എന്ന് കൊടുക്കുക, ഇതിന് x എന്ന് കൊടുക്കുക. അപ്പൊ 100 into 20 by 100 plus 25 അല്ലേ? അപ്പൊ 100 into 20 by 125 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 16 കിട്ടും. 16 days. ഓക്കെ, ചെയ്ത് നോക്കിക്കോളാം. 16 ദിവസം എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എയും ബിയും ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ 16 ദിവസങ്ങൾ കൂടുതൽ എടുക്കുന്നു. ബി ഒരു ജോലി ചെയ്ത് തീർക്കാൻ എയും ബിയും ചെയ്യുന്നതിനേക്കാൾ 9 ദിവസങ്ങൾ കൂടുതൽ എടുക്കുന്നു. എ ബി ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം? സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഒരാളുണ്ട്. അപ്പൊ എ ഒരു ജോലി തീർക്കാൻ എന്ത് ചെയ്യുന്നു? x+y ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു എക്സ് ഒരു ജോലി തീർക്കാനായിട്ട് x+y ചെയ്യുന്നതിനേക്കാളും ഒരു ദിവസം കൂടുതൽ എടുത്തു എന്ന് വിചാരിക്കാം. മനസ്സിലായോ? എക്സ് ഒരു ജോലി ചെയ്യാൻ x+y ചെയ്യുന്നതിനേക്കാൾ ദിവസം കൂടുതൽ. ഇനി y ഒരു ജോലി ചെയ്യാനായിട്ട് x+y ചെയ്യുന്നതിനേക്കാളും b ദിവസം കൂടുതൽ എടുത്തു. ഷോർട്ട് കട്ട് ആണ്. എക്സ് ഒരു ജോലി ചെയ്യാനായിട്ട് x+y ചെയ്യുന്നതിനേക്കാൾ ദിവസം കൂടുതൽ. y ഒരു ജോലി ചെയ്യാനായിട്ട് x+y ചെയ്യുന്നതിനേക്കാളും b ദിവസം കൂടുതൽ എടുത്തെന്ന് വിചാരിക്കാം. മനസ്സിലായോ? എക്സ് ഒരു ജോലി ചെയ്യാനായിട്ട് x+y ചെയ്യുന്നതിനേക്കാൾ ദിവസം കൂടുതലും y ഒരു ജോലി ചെയ്യാനായിട്ട് x+y ചെയ്യുന്നതിനേക്കാൾ b ദിവസം കൂടുതലും ആണെങ്കിൽ ഇവർ രണ്ടുപേരോടും ചെയ്ത് തീർക്കാൻ, രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിക്കാം, √(ab) ദിവസം എടുക്കും. മനസ്സിലായോ? എക്സ് ഒരു ജോലി x+y ചെയ്യുന്നതിനേക്കാളും ദിവസം കൂടുതൽ എടുക്കുന്നു. y x+y ചെയ്യുന്നതിനേക്കാൾ b ദിവസം കൂടുതൽ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സും y ഒരുമിച്ച് ചെയ്താൽ √(ab) ദിവസമായിരിക്കും എടുക്കുന്നത് അവര്. ഓക്കെ, നമുക്കിവിടെ എ എന്ന് പറഞ്ഞാൽ 16 അല്ലേ? ഇവിടെ 16, a 16, b 9. 16 into 9 അല്ലേ? 16 into 9. √16 into 9 എന്ന് പറയുമ്പോൾ √4 into 3 അല്ലേ? 12 ദിവസം. 12 ദിവസമാണ് എടുക്കുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതി പഠിക്കാനുള്ളത്, വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക നന്നായിട്ട്. ഓക്കെ, താങ്ക് യു.